إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവനോട് നന്ദി കാണിക്കുന്ന നല്ല അടിമകളായി ജീവിക്കുവാൻ മനസ്സറിഞ്ഞ് പരിശ്രമിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, സ്നേഹപൂർവം വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മേവരെയും അതിനനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മനുഷ്യരായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും സക്സസ്സായ, ഏറ്റവും വിജയകരമായ, ഏറ്റവും സന്തോഷകരമായ ദിവസം കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മളിൽ ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ മറുപടികളായിരിക്കും പറയുവാനുണ്ടാവുക. വിദ്യാഭ്യാസ രംഗത്ത് ഞാൻ സ്വപ്നം കണ്ട വലിയൊരു നേട്ടം, ആ നേട്ടം എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ കണ്ട ആ സ്വപ്നം അത് പൂവണിഞ്ഞു, അതായിരിക്കും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാനുള്ള മറുപടി. ചില ആളുകൾക്ക് പറയാനുണ്ടാവുക, ഒരുപാട് കാലം ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പരിശ്രമിച്ച് ഒരു മണിമാളിക പണിത്, ഒരു കൊച്ചു ഭവനം പണിത്, അത് പൂർത്തിയാക്കപ്പെട്ട് അതിലേക്ക് ആദ്യമായി താമസം മാറിയ ദിവസം, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമെന്ന് ചിലർക്ക് പറയാനുണ്ടാവും. ചിലർക്ക് പറയാനുണ്ടാവുക, ഒരുപാട് പ്രാർത്ഥനകളുടെ പരിശ്രമങ്ങളുടെ ഫലമായി എനിക്ക് അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഒരു കുഞ്ഞിക്കാലുണ്ടാവാൻ
ഭാഗ്യമുണ്ടായി. ആ കുഞ്ഞ് പിറന്നു വീണ ദിവസമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസം. അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ഗവൺമെൻറ് ജോലി, അത് ഞാൻ നേടിയെടുത്തു. ആ ദിവസമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സക്സസ്സായ, ഏറ്റവും വിജയകരമായ, സന്തോഷകരമായ ദിവസമെന്ന് ചേർക്ക് പറയാനുണ്ടാകും. ഇങ്ങനെ നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഇന്നലെ വരെ കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ ഏറ്റവും സന്തോഷകരമായ, സക്സസ്സായ, വിജയകരമായ ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഐഹികമായ നേട്ടങ്ങളെ ബന്ധപ്പെടുത്തി പല ദിവസങ്ങളെക്കുറിച്ചും നമുക്ക് പറയാനുണ്ടാവാം. അൽഹംദുലില്ലാഹ്, ഈ നേട്ടങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. റബ്ബ് കൂടുതൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ സഹോദരന്മാരെ, ഈ നേട്ടങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഈ പറയപ്പെട്ട ഐഹികമായ നേട്ടങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ നേട്ടങ്ങളുടെ തിളക്കവും ഇതുമായി ബന്ധപ്പെട്ട സന്തോഷവും കാലാകാലവും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഏറി വന്നാൽ നമ്മുടെ മരണം വരെ, മരിച്ചു മണ്ണോട് ചേരുന്നത് വരെ മാത്രമേ ഐഹികമായ ഈ നേട്ടങ്ങളുടെ തിളക്കവും അതുമായി ബന്ധപ്പെട്ട സന്തോഷങ്ങളുമെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിലും അന്ത്യദിനത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, ഈ നേട്ടങ്ങൾക്കെല്ലാം ഉപരിയായി അവന്റെ ജീവിതത്തിൽ അവൻ കാണുന്ന ഏറ്റവും സക്സസ്സായ ദിവസം എന്ന് പറയുന്നത് അവന്റെ ആത്യന്തികമായ ലക്ഷ്യം, അത് നേടിയെടുക്കാൻ, അഥവാ സ്വർഗം നേടിയെടുക്കാൻ നിമിത്തമായി തീരുന്ന കർമ്മങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകപ്പെടുന്ന ദിവസങ്ങൾ. ആ ദിവസങ്ങളാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും സക്സസ്സായ, ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും ആനന്ദകരമായ ദിവസമായി അവന് പറയാനുണ്ടാവുക. ഏത് ദിവസം? അവൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമായ സ്വർഗപ്രവേശനം. ആ സ്വർഗപ്രവേശനം ഉറപ്പാക്കപ്പെടുന്ന രീതിയിൽ അതിന് കാരണമായ ഒരു അമല്, അത് നിർവഹിക്കാനുള്ള തൗഫീഖ് ലഭിക്കപ്പെടുന്ന ദിനങ്ങളായിരിക്കും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ, ആഹ്ലാദകരമായ, സക്സസ്സായ ദിവസമായ ഒരു വിശ്വാസിക്ക് പറയാനുണ്ടാവുക. അങ്ങനെ വല്ല ദിവസങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര കണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് സഹോദരന്മാരെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില ആളുകളെ കുറിച്ച് നമ്മെ ഉണർത്തുകയുണ്ടായി. ഈ പറയപ്പെട്ട രൂപത്തിൽ സ്വർഗം ഉറപ്പാക്കപ്പെടാൻ തക്ക വിധത്തിലുള്ള അമലുകൾ നിർവഹിക്കാൻ തൗഫീഖ് നൽകപ്പെട്ട ചില മനുഷ്യരുടെ ചരിത്രങ്ങൾ. ആ മനുഷ്യന്മാരുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവർ ചെയ്ത അതേ സൽക്കർമ്മങ്ങൾ, അല്ലെങ്കിൽ അതിനോട് താതാത്മ്യം വെച്ച് പുലർത്തുന്ന സൽക്കർമ്മങ്ങൾ നമുക്ക് എത്ര കണ്ട് ചെയ്യാൻ തൗഫീഖ് നൽകപ്പെട്ടിട്ടുണ്ടോ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ സക്സസ്സായ ദിവസമായി നമുക്ക് ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ഇതിനുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നതാണ്. ഒരു സംഭവം നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹി പറയാണ്, ബൈനമാ റജുലുൻ യംശി ബിത്വരീഖിൻ വജദ ഗുസ്ന ശൗക്കിൻ അല ത്വരീഖ്. നമ്മളൊക്കെ ധാരാളമായി നിരന്തരമായി കേട്ട ഒരു സംഭവമാണ്. റസൂലുള്ളാഹി പറയാണ്,
തൻ്റെ സഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്ത്? ഒരു മനുഷ്യൻ ഒരു വഴിയിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു. അപ്പോഴാണ് ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടായിത്തീരുന്ന രീതിയിൽ, ആളുകൾക്ക് പ്രയാസകരമായിത്തീരുന്ന രീതിയിൽ വഴിയരികിൽ അല്ലെങ്കിൽ ആ വഴിയിൽ ഒരു മരത്തിൻ്റെ മുൾപടർപ്പുള്ള ഒരു കൊമ്പ് വീണ് കിടക്കുന്നത് കണ്ടത്, അല്ലെങ്കിൽ ഒരു കൊമ്പ് ചാഞ്ഞു കിടക്കുന്നത് കണ്ടത്. ആ മനുഷ്യൻ എന്ത് ചെയ്തു? ഫഅഖറഹു, അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി അത് അദ്ദേഹം നീക്കം ചെയ്തു. അതിലൂടെ വരുന്ന ഒരാൾക്കും അതുവഴി ഒരു പ്രയാസവും ഉണ്ടാവരുത് എന്ന നിലക്ക് അദ്ദേഹം കുറഞ്ഞ സമയമെടുത്തത് ആ പ്രയാസം അവിടെ നിന്ന് നീക്കിക്കളഞ്ഞു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് ശ്രദ്ധിക്കണേ. ശേഷം പ്രവാചകൻ പറയാണ്, വശക്കറല്ലാഹു ലഹു, അള്ളാഹു ആ മനുഷ്യനോട് നന്ദി കാണിച്ചു. അള്ളാഹു ആ മനുഷ്യനോട് ആ ഒരൊറ്റ കർമ്മത്താൽ ആ മനുഷ്യനോട് നന്ദി കാണിക്കുകയും ഫഗഫറ ലഹു, ആ മനുഷ്യന്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുത്ത് ആ മനുഷ്യനെ ജന്നത്തിന്റെ സ്വർഗത്തിന്റെ അവകാശിയാക്കി അള്ളാഹു തീർത്തു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തു പറയും? ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ള പഠിപ്പിച്ചത് ഹാദാ അസ്അദു യൗമിൻ ഫീ ഹയാതിഹി, അവന്റെ ജീവിതത്തിലെ ഏറ്റവും അസ്അദായ ദിവസം, ഏറ്റവും സൗഭാഗ്യകരമായ ദിവസം അതാണ് എന്നുള്ളതാണ്. ഏത്? അള്ളാഹു ആ മനുഷ്യനെ സ്വർഗത്തിലേക്കായി തിരഞ്ഞെടുത്ത ആ ഒരു ദിവസം. എന്തേ കാരണം? അല്ലേ, നമ്മുടെയൊക്കെ ദൃഷ്ടിയിൽ, നമ്മുടെയൊക്കെ കാഴ്ചയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ചെറിയൊരു കാര്യം അദ്ദേഹം ചെയ്തുള്ളൂ. തൻ്റെ പിന്നാലെ വരുന്ന ആളുകൾക്ക് ആ വഴിയിലുള്ള ആ പ്രയാസം, ആ ബുദ്ധിമുട്ട്, അത് തടസ്സം, ആ തടസ്സം അദ്ദേഹം നീക്കി. അതാണ് അദ്ദേഹം ചെയ്ത പുണ്യപ്രവൃത്തി. സഹോദരന്മാരെ, ഇത്രയാണ് കാര്യം. നമ്മുടെയൊക്കെ സ്വർഗനരകങ്ങൾ നിർണ്ണയിക്കപ്പെടുക പലപ്പോഴും ചിലപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായി നമ്മൾ വിലയിരുത്തുന്ന കാര്യങ്ങൾ കൊണ്ടായിരിക്കും. നമ്മൾ നിസ്സാരമായി കാണുന്ന ചില വിഷയങ്ങൾ കൊണ്ടായിരിക്കും. അതുകൊണ്ട് ഒരു കാര്യത്തെയും, ഒരു നന്മയെയും, ഒരു സുഹൃതത്തെയും നമ്മൾ ഒരിക്കലും നിസ്സാരമായി കാണരുത്. എന്തെല്ലാം നന്മകൾ ചെയ്യാൻ കഴിയുമോ, അതിനുള്ള എന്തെല്ലാം അവസരങ്ങളുണ്ടോ, ആ അവസരങ്ങളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുക. കാരണം ഇങ്ങനെയുള്ള ഒരൊറ്റ അമല് മതിയാവും. അള്ളാഹു തൃപ്തിപ്പെട്ട് പാപങ്ങളെല്ലാം പുറത്തു തന്ന് അള്ളാഹു നമ്മോട് നന്ദിയുള്ളവനായി, കൂറുള്ളവനായി നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്കും, ഒരു ചെറിയ ഒരു കൊമ്പെടുത്ത് മാറ്റപ്പെട്ടത് കൊണ്ട്, അപ്പോൾ ഒന്നല്ല രണ്ടല്ല, ഒരു സമൂഹത്തിന് മുഴുവനും പ്രയാസകരമായി തീരുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവർക്കതിൽ ആശ്വാസം നമുക്ക് പകരാൻ കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം വലിയ പുണ്യവാന്മാരാണ്. ഒന്നും വേണ്ട, രണ്ട് കുടുംബങ്ങൾ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ തന്നെ രണ്ടാളുകൾ പരസ്പരം വഴക്കിലാണ്, പ്രശ്നത്തിലാണ്. അവർക്കിടയിൽ നല്ല മനസ്ഥിതിയോടെ, നീതിയോടെ തീർപ്പുണ്ടാക്കി അവരെ നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ, അവർക്കിടയിലുള്ള ആ പ്രശ്നം, ആ പ്രയാസം നീക്കിക്കൊടുത്താൽ ആ മനുഷ്യൻ ചെയ്യുന്ന ആ ഒരു പുണ്യകർമ്മം എത്രമാത്രം വലുതാണ്. അങ്ങനെ നമുക്ക് കഴിയാറുണ്ടോ? നമ്മളത് ആലോചിച്ചു നോക്കുക. ഈ ഒരു സംഭവം അത് അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ആലോചിക്കേണ്ട വിഷയം അതാണ്. ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കാൻ നമുക്കൊക്കെ എളുപ്പം കഴിയും. എന്നാൽ ആളുകളുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കാൻ, അവർക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കാൻ, അതിന് എത്ര കണ്ട് ഞാൻ എൻ്റെ സമയത്തെ, എൻ്റെ ആരോഗ്യത്തെ, എൻ്റെ അറിവിനെ, എൻ്റെ കഴിവിനെ ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സഹോദരന്മാരെ നാം ആലോചിക്കേണ്ടത്. അങ്ങനെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അസാധായ, ഏറ്റവും സൗഭാഗ്യകരമായ ദിവസം, ഏറ്റവും ധന്യമായ നിമിഷം. ഇനി നിങ്ങൾ നോക്കൂ, മറ്റൊരു സംഭവം, അത് നമ്മൾ ധാരാളമായി കേട്ടവരാ.
റസൂൽ പറയാണ്, ബൈനമാ കൽബുൻ യുതീഫു ബി റഖിയത്തിൻ, ദാഹിച്ചു വലഞ്ഞ് അവശനായ ഒരു നായ ഒരു വെള്ളക്കെട്ടിന് ചുറ്റും ഇങ്ങനെ മണ്ണ് കപ്പിങ്ങനെ നടക്കുകയാണ്. നല്ല ദാഹിച്ച് പരവശനായി നിൽക്കുകയാണ് ആ നായ. അപ്പൊ അതുവഴി വന്ന ഒരു സ്ത്രീ റസൂൽ പറയാണ്, ആ സമൂഹത്തിലെ ഒരു ദുർനടപ്പുകാരിയായ ഒരു സ്ത്രീ. ഏതാണ് ആ സമൂഹം? മിൻ ബനി ഇസ്രായീൽ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ബനു ഇസ്രായീലിൽപ്പെട്ട ആ സമൂഹത്തിൽപ്പെട്ട ഒരു ദുർനടപ്പുകാരിയായ, ആളുകളൊക്കെ മോശപ്പെട്ടവളെന്ന് മുദ്രകുത്തിയ ഒരു സ്ത്രീ അതുവഴി വരുന്നു. അവൾ എന്ത് ചെയ്തു എന്നറിയോ? അവൾക്കൊരു അലിവ് തോന്നുകയാണ് ആ നായയോട്. അവളൊരു വളരെ സാഹസപ്പെട്ട് ആ ഒരു വെള്ളക്കെട്ടിനടിയിലേക്ക് ഇറങ്ങി അവളുടെ ഷൂസ് അടിച്ച് അതിൽ വെള്ളം നിറച്ച് സാഹസപ്പെട്ട് കയറി ആ നായയുടെ ദാഹം തീരുവോളം അതിന് വെള്ളം കൊടുക്കുകയാണ്. നായ നന്ദിയുള്ള നായയാണ്. വാലാട്ടി അത് മടങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങള് ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഫസ്തഖത് ലഹു ബിഹി, ആ സ്ത്രീ ആ നായക്ക് വെള്ളം കൊടുത്തു. ഫഗഫറ ലഹു ബിഹാ ഫഗഫറ ലഹാ ബിഹി ഫഗഫറ ലഹാ ബിഹി, അതുവഴി ആ സ്ത്രീയുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് ആ സ്ത്രീയെ റബ്ബ് തൃപ്തിപ്പെട്ട് ആ സ്ത്രീക്ക് സ്വർഗത്തിലെത്തിപ്പെടാൻ അത് നിമിത്തമായി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? നിങ്ങൾ നോക്കിയും, ഒരു സമൂഹം മുഴുവൻ, ഒരു നാട് മുഴുവൻ, ഒരു ജനത മുഴുവൻ ദുർനടപ്പുകാരിയാണെന്ന് മുദ്രകുത്തി മാറ്റി നിർത്തപ്പെട്ട ആ സ്ത്രീയുടെ ഈ ഒരു ചെയ്തിയാണ് അവരുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടാൻ നിമിത്തമായത്. അപ്പൊ ഇത്രയാണ് ചില സന്ദർഭങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു ചേരുക. ഒരു ചെറിയ നന്മ അത് മതിയാവും, അല്ലെങ്കിൽ അതായിരിക്കാം നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത്. നോക്കിയും, ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ, അതിൻ്റെ ദാഹം മാറ്റാൻ അല്പം സാഹസപ്പെട്ടതിൻ്റെ പേരിൽ, ആ കാണിച്ച മനസ്സിൻ്റെ പേരിൽ അള്ളാഹു തിരിച്ചു കാണിച്ച നന്മ. അല്ലേ? ഇവിടെ നമ്മുടെ നാടുകളുടെ പല ദിക്കുകളിലും കുടിവെള്ളത്തിനായി നല്ല ശുദ്ധിയുള്ള കുടിവെള്ളത്തിനായി പ്രയാസപ്പെടുന്ന പല സന്ദർഭങ്ങളും പലരിലും കാണാറുണ്ട്. നമ്മൾ ഇങ്ങനെ 10 അല്ല 100 അല്ല അനേകം ആളുകൾക്ക് നല്ല ശുദ്ധമായ കുടിവെള്ളം കിട്ടാവുന്ന രീതിയിൽ കിണറുകൾ കുഴിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ ശുദ്ധമായ ജലസംഭരണികൾ ഒരുക്കി കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞാൽ, ആ മനുഷ്യന്മാരുടെ ദാഹമകറ്റി കൊടുക്കാൻ, അതിനുവേണ്ടി പണിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ, അതെത്ര വലിയ പുണ്യകർമ്മമാവും, എത്ര വലിയ ഉദാത്തമായ കർമ്മമാകും. അല്ലേ? ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീക്ക് അള്ളാഹു ആ പ്രവൃത്തി നിർവഹിക്കാൻ തൗഫീക്ക് ചെയ്തു കൊടുത്ത ആ ദിവസമാണ് സമൂഹം പിഴച്ചവളെന്ന് മുദ്രകുത്തിയ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അസാധായ ദിവസം. ഇത് നിങ്ങൾ നോക്കൂ, ഉഹുദിന്റെ രണാങ്കണം. ഉഹുദിൽ 2ാം ഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് അല്പം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. റസൂലുള്ളാഹിന്റെ കൽപ്പന ധിക്കരിച്ച ആ ഉഹുദ് മലയുടെ മുകളിൽ നിർത്തപ്പെട്ട ആ അമ്പെയ്ത്തുകാർ, അവർ കാണിച്ച ചെറിയൊരു അനുസരണക്കേട്, അതിൻ്റെ ഫലമായി മുശ്രിക്കീങ്ങൾ ശക്തമായി തിരിച്ചു വന്ന് മുസ്ലിമീങ്ങൾക്കെതിരെ അടരാടുകയാണ്. പല മുസ്ലിമീങ്ങൾക്കും പല സഹാബത്തിനും പിടിച്ചു നിൽക്കാനായില്ല. ചിതറാൻ തുടങ്ങി, പതറാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ പ്രവാചകന്റെ നേർക്ക് വരുന്ന മുഴുവൻ ആക്രമണങ്ങളെയും ചെറുത്തു നിന്ന് സ്വന്തം ജീവൻ പോലും നോക്കാതെ പ്രവാചകന്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി പ്രവാചകന്റെ മുന്നിൽ നിന്നിരുന്ന ഒരു സഹാബ വനിതയുണ്ടായിരുന്നു.
എന്താ അവരുടെ പേര്? നുസൈബ ബിൻത് കഅബ്, ഉമ്മു അമ്മാറ. ഉമ്മു അമ്മാറ എന്ന് വിളിക്കപ്പെടുന്ന നുസൈബ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹി ചോദിച്ചു നുസൈബ റളിയല്ലാഹു അൻഹയോട്, നുസൈബ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? റസൂലേ, ഒന്നും വേണ്ട, എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും അങ്ങേക്കൊന്നും സംഭവിക്കരുത്. എനിക്ക് അങ്ങയുടെ കൂടെ നാളെ സ്വർഗത്തിൽ ഒരിടം മതി റസൂലേ. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, അൻതി റുഫഖാഇ ഫിൽ ജന്ന, അൻതി റുഫഖാഇ ഫിൽ ജന്ന. സഹോദരി, നാളെ നീയും എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കുമെന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്നെന്നും ഓർത്തു വെക്കാൻ പറ്റുന്നൊരു ദിവസമാണ് ആ ദിവസം. ഏത്? നാളെ നീയും എൻ്റെ കൂടെ സ്വർഗത്തിലാണ് കേട്ടോ എന്ന് ആ ശറഫാക്കപ്പെട്ട ആ തിരുദൂതരുടെ നാവ് കൊണ്ട് നേർക്കുനേരെ കേൾക്കാൻ കഴിഞ്ഞ ആ സന്തോഷ വാർത്ത. നാളെ നീയും എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കും മോളെ എന്നുള്ള ആ ഒരു സന്തോഷ വാർത്ത. ആ വാർത്ത കിട്ടിയ ദിവസം, ആ വർത്തമാനം കേട്ട ദിവസം, അല്ലേ, അതല്ലേ സഹോദരന്മാരെ ആ സഹോദരിയുടെ ജീവിതത്തിലെ ഏറ്റവും അസാധായ ദിവസം, ഏറ്റവും ധന്യമായ ദിവസം, അല്ലേ? ഇനി നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ നമ്മുടെ പ്രവാചകനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വിഷയത്തിൽ എന്താ നമ്മൾ ചെയ്യാറുള്ളത്? എന്തൊക്കെ ആരോപണങ്ങൾ, എന്തൊക്കെ പരിഹാസങ്ങൾ നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ നിരന്തരമായി അഴിച്ചുവിടുന്നു. ആ ദുഷ്പ്രചാരണങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് അല്ല, എൻ്റെ പ്രവാചകൻ അങ്ങനെയല്ല എന്ന് മറുപടി പറയാൻ നമുക്ക് എത്ര കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല നിലയിൽ സൗഹാർദ്ദത്തോടെ പ്രവാചകന്റെ യഥാർത്ഥ ചിത്രം, ദീനിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാക്കി പ്രവാചകനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എത്ര കണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അസാധായ, ധന്യമായ, സന്തോഷകരമായ, സക്സസ്സായ ദിവസം. ഇനി നോക്കൂ മറ്റൊരു സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, തലഖത്തുൽ മലായികത്തു റൂഹ റജുലിൻ മിമ്മൻ കാന ഖബ്ലക്കും. സ്വഹാബത്തെ, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിൽ നിന്ന് ഒരാൾ മരിക്കുകയാണ്. ആ മരിച്ച വ്യക്തിയുടെ റൂഹിനെ, ആത്മാവിനെ മലായികത്തുകൾ കണ്ടുമുട്ടി. മരിച്ചൊരു മനുഷ്യൻ്റെ ആത്മാവിനെ മലായികത്തുകൾ കണ്ടുമുട്ടി. ആ മനുഷ്യനോട് ചോദിച്ചു, അമിൽത മിനൽ ഖൈരി ഷൈഅൻ, എനിക്ക് പറയപ്പെടാവുന്ന എന്തെങ്കിലും നന്മ എൻ്റെ ജീവിതത്തിൽ നീ ചെയ്തിട്ടുണ്ടോ? ആ മനുഷ്യൻ കുറെ ആലോചിച്ചു, ഒന്നും കിട്ടുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. മലക്കുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഖാലു തദക്കർ, നീ ഒന്ന് ഓർത്തു നോക്ക്, എന്തെങ്കിലും നല്ലതായി പറയപ്പെടാവുന്ന എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ആ മനുഷ്യൻ ഓർത്തുകൊണ്ട് പറഞ്ഞു, കുൻതു ഉദായിനു നാസ, ഞാൻ ജനങ്ങൾക്ക് പണം കടമായി കൊടുക്കാറുണ്ടായിരുന്നു പലപ്പോഴും. അങ്ങനെ ഞാൻ എൻ്റെ മരണവേളയിൽ എൻ്റെ മക്കളെ വിളിച്ചുകൊണ്ട് മക്കൾക്ക് നൽകിയ വസിയ്യത്ത്, ഫആമുറു ഫിത്യാനി, എൻ്റെ മക്കളെ വിളിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, മക്കളെ അയ്യൂസിറു അൽ മുഅ്സിറ, അറിയാലോ ബാപ്പ പലർക്കും കടം കൊടുത്തിട്ടുണ്ട്. ആ കിട്ടാനുള്ള ആളുകൾ അവരത് തിരിച്ചു തരാൻ പ്രയാസപ്പെടുന്നവരാണെങ്കിൽ മക്കളെ നിങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കണം കേട്ടോ. അവരെ കഴുത്തിന് പിടിച്ച് അത് വാങ്ങിക്കുന്ന, നിർബന്ധമായി പിടിച്ചെടുക്കുന്ന അവസ്ഥ മക്കളെ നിങ്ങൾ ഉണ്ടാക്കരുത് കേട്ടോ. അത് തിരിച്ചു തരാനുള്ള സമയം എത്തിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ അവർക്ക് സാവകാശം ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. നിങ്ങൾ ആ വിഷയത്തിൽ ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കരുത്, ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇനി ഒരു നിലക്കും തരാൻ കഴിയാത്തവരാണെങ്കിൽ മക്കളെ നിങ്ങളതവർക്ക് തജവ്വസൂ, നിങ്ങളത് വിട്ടുകൊടുത്തോളണം കേട്ടോ.
ഞാൻ മരിക്കാൻ നേരത്തെ എൻ്റെ മക്കളോട് ഇങ്ങനെ ഒരു വസിയ്യത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മരണപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു ജല്ല വഅലാ ആ മലക്കുകളോട് വിളിച്ചു പറയുകയാണത്രേ, എന്ത്? തജവ്വസൂ അൻഹു, മലക്കുകളെ ആ മനുഷ്യനെ നിങ്ങൾ വെറുതെ വിട്ടോളി, അദ്ദേഹത്തിന് ഞാനൊക്കെ പുറത്തു കൊടുത്തിട്ടുണ്ട്, ഞാനൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അല്ലേ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ, പണമിടപാട് എന്നല്ല മറ്റെന്തെങ്കിലും വിഷയത്തിൽ, പ്രത്യേകിച്ചും തിരിച്ചടിക്കാൻ, പ്രതികാരം ചെയ്യാൻ അങ്ങനെയൊക്കെ അവസരം ഉണ്ടായിട്ടും നമ്മൾ വിട്ടുകൊടുത്ത എന്തെങ്കിലും അനുഭവങ്ങൾ നമുക്കുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്കാവണം അല്ലേ? തമ്മിൽ തർക്കമായി സ്വത്തിൻ്റെ വിഷയത്തിൽ, 1 സെന്റ് ഭൂമി, 1 സെന്റ്, കുഴപ്പമില്ല, അൽഹംദുലില്ലാ റബ്ബേ അത് ഹക്കായും എനിക്ക് ന്യായമായതാണ്, എന്നിരുന്നാലും ഞാനത് വിട്ടുകൊടുക്കുന്നു. അതിൻ്റെ പേരിൽ ഒരു കുടുംബ വഴക്ക് വേണ്ട, അതിൻ്റെ പേരിൽ ഒരു അയൽപക്ക ബന്ധം വഴക്ക് വേണ്ട, കലഹം വേണ്ട, ലഹള വേണ്ട, ഒന്നും വേണ്ട. 1 സെന്റല്ലേ പോട്ടെ, അള്ളാന്റെ മാർഗത്തിൽ ഞാനത് വിട്ടുകൊടുക്കുന്നു. ഈ പറയുന്നത് എനിക്ക് കഴിയാറുണ്ടോ? നമുക്ക് ആർക്കെങ്കിലും കഴിയാറുണ്ടോ? അങ്ങനെ കഴിയണം കൂട്ടരെ. അങ്ങനെ കഴിഞ്ഞെങ്കിലേ അള്ളാഹു നമുക്ക് പലതും വിട്ടുതരുള്ളൂ. ഏത് പലതും? നമ്മൾ ചെയ്ത പല തെറ്റുകളും അവൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ സഹജീവികൾക്ക്, നമ്മുടെ സഹോദരന്മാർക്ക് അവരിൽ നിന്ന് കുറവുകൾ വരുമ്പോൾ, പാളിച്ചുകൾ വരുമ്പോൾ നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറാവണം. എങ്കിൽ അള്ളാഹു നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വിട്ടുതരും. ഒരുപാട് തെറ്റുകളിൽ നിന്ന് അള്ളാഹു നമുക്ക് പുറത്തു തരും. അങ്ങനെ നല്ല മനുഷ്യരായി പരിഗണിച്ച് ആ ദിവസങ്ങൾ നമുക്ക് അസാദാക്കി തീർത്ത് അള്ളാഹു നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കും. ആ മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, സ്നേഹപൂർവ്വം വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നേടിയെടുക്കാൻ, അഥവാ സ്വർഗം നേടിയെടുക്കാൻ അതിന് നിമിത്തമാകുന്ന കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് കിട്ടുക, അതാണ് ജീവിതത്തിലെ ഏറ്റവും അസ്ഹദായ ദിവസം. അത്തരം ദിവസങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ദിവസം. അതാണ് ജീവിതത്തിലെ ഏറ്റവും സക്സസ് ആയ ദിവസം. അത്തരം ദിവസങ്ങൾ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക, അത്തരം സന്ദർഭങ്ങൾ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് നമ്മൾ പറഞ്ഞു വന്നത്, വിശദീകരിച്ചു വന്നത്. എന്നാൽ ഇങ്ങനെയുള്ള ഒരു അവസരം കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെടുത്തുന്ന ചില ആളുകളുണ്ട്. സ്വർഗ്ഗ അതിങ്ങനെ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പറയാറില്ലേ? ആ പറഞ്ഞ രൂപത്തിൽ കയ്യെത്തും ദൂരത്ത് സ്വർഗം നഷ്ടപ്പെടുത്തുന്ന മനുഷ്യന്മാർ. റസൂലുള്ളാഹിന്റെ കാലത്ത് വലിയൊരു കവിയുണ്ടായിരുന്നു, ആയിഷ ബിൻ ഖൈസ്. വലിയ കവിയാണ്, നന്നായി കവിത ആലപിക്കും, നിമിഷക്കവിയാണ്. അദ്ദേഹം പ്രവാചകനെ കുറിച്ച് മനസ്സിലാക്കി, ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് അദ്ദേഹം പ്രവാചകന്റെ അടുത്തേക്ക് വിശ്വസിക്കാൻ വേണ്ടി പ്രവാചകനെ കണ്ട് ബൈഅത്ത് ചെയ്ത് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിം ആവാൻ വേണ്ടി യമാമയിൽ നിന്ന്, തൻ്റെ നാടായ യമാമയിൽ നിന്ന് പ്രവാചകന്റെ നാടായ മക്കയിലേക്ക് പുറപ്പെട്ടു. മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ ഇവരറിഞ്ഞു, യമാമയിൽ നിന്ന് ആര് പുറപ്പെട്ടിട്ടുണ്ട്? ആയിഷ പുറപ്പെട്ടിട്ടുണ്ട്. ആയിഷ എങ്ങാനും മുസ്ലിമായാൽ ആയിഷയുടെ ആ കവിതയുടെ പവർ കൊണ്ട്, അതിൻ്റെ മൂർച്ച കൊണ്ട്, അതിൻ്റെ സ്വാധീനം കൊണ്ട് ഒരുപാട് ആളുകൾ മുഹമ്മദിൻ്റെ ദീനിലേക്ക് പരന്നൊഴുകും. എങ്ങനെയെങ്കിലും തടയണം. അവർ ആയിഷയെ വെച്ച് വഴിയിൽ കണ്ടു. ആയിഷ, നീ എങ്ങോട്ടാണ്? ആയിഷ പറഞ്ഞു, ഞാൻ മുഹമ്മദിൻ്റെ അടുത്തേക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പ്രവാചകൻ മുഹമ്മദിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തെ ചെന്ന് കണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ ആയിഷ അദ്ദേഹത്തോട് മുശ്രിക്കീങ്ങൾ ചോദിച്ചു, ആയിഷ, എന്ത് വിഡ്ഢിത്തമാണ് നീ കാണിക്കുന്നത്? നീയും നിന്റെ പൂർവികരും നിന്റെ പിതാക്കളുമെല്ലാം ആചരിച്ചു വന്ന ആ ദീനിനെ നീ ഒഴിവാക്കുകയോ? അതല്ലേ ഏറ്റവും നല്ല ദീൻ?
അതല്ലേ ഏറ്റവും നല്ല മാർഗം? അപ്പോൾ ആയിഷ പറഞ്ഞു, അല്ല, ബൽ ദീനുഹു ഖൈറുൻ വഅഖ്വം. അല്ലട്ടോ, ഞാനും എൻ്റെ പൂർവികരും ഇന്നേ വരെ ആചരിച്ചു വന്ന ആ ദീനല്ല നല്ല ദീൻ, മറിച്ച് മുഹമ്മദ് കൊണ്ടുവന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദീനാണ് ഏറ്റവും ചൊവ്വായതും ഏറ്റവും ഖൈറായതും. അടുത്ത ശ്രമം ആയിഷയോട് അവർ പറഞ്ഞു, ആയിഷ, നീ എങ്ങാനും മുസ്ലിമായാൽ നിനക്കൊരിക്കലും പിന്നെ വിഭജിച്ച് നടക്കാൻ കഴിയില്ലട്ടോ. കണ്ട പെണ്ണുങ്ങളൊക്കെ ശൃംഖരിച്ച് അവരോട് അഭിരമിച്ച് നടക്കാൻ കഴിയില്ല കേട്ടോ. കാരണം ഇന്നഹു യഹ്റുമുസ്സിന, ഇസ്ലാം മുഹമ്മദ് എന്ത് ചെയ്യുന്നു? സിനയെ ഹറാമാക്കിയ വ്യക്തിയാണ്. വ്യഭിചാരത്തെ, പരപുരുഷ ബന്ധത്തെ ഹറാമാക്കിയ വ്യക്തിയാണ്. അതുകൊണ്ട് അതിന് നിനക്ക് ഇനി കഴിയില്ലട്ടോ നീ മുസ്ലിമായാൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന ശൈഖുൻ കബീറുൻ, ഞാൻ വലിയൊരു വൃദ്ധനായില്ലേ, എനിക്ക് അങ്ങേറ്റം പ്രായമായില്ലേ, മാലി ഫി നിസാഇ ഹാജ, ഇനി എനിക്ക് സ്ത്രീകളുടെ കാര്യത്തിലൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞു. വിട്ടില്ല. അവർ വീണ്ടും പറഞ്ഞു, ഇന്നഹു യഹ്റുമുൽ ഖംർ, മുഹമ്മദ് കള്ള് വിരോധിക്കുന്ന വ്യക്തിയാണ് കേട്ടോ, പിന്നെ എനിക്ക് കള്ള് കുടിക്കാൻ കഴിയില്ല, മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് കള്ള് കുടിക്കാൻ കഴിയില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി, കള്ളെനിക്ക് വേണ്ട, ഇന്നഹാ മുദ്ഹിബത്തുൻ ലിൽ അഖ്ലി വമുദ്നിഹത്തുൻ ലിർറജുൽ, ഒരു മനുഷ്യനെ നിന്ദ്യനാക്കുന്നതും ഒരു മനുഷ്യന് ഉപദ്രവമുണ്ടാക്കുന്നതുമാണ് എന്ത്? മദ്യപാനം. അതുകൊണ്ട് അതെനിക്ക് കിട്ടിയില്ലെങ്കിലും വിരോധമല്ല. അവസാനത്തെ നമ്പർ, ആയിഷയെ തടയാനുള്ള അവസാനത്തെ അടവ്, അവസാന ആയുധം എടുത്തുകൊണ്ട് പയറ്റുകയാണ്. എന്ത് പറഞ്ഞിട്ടും ആയിഷ പിന്തിരിയുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെക്കുന്ന അവസാനത്തെ ഓഫർ, ആയിഷ നുഅതീക മിഅതു ബഗീരിൻ, നുഅതീക മിഅതു ബഗീരിൻ, നിനക്ക് ഞങ്ങൾ ഇതാ 100 ഒട്ടകങ്ങൾ ഇനാമായി പ്രഖ്യാപിക്കുന്നു. അന്ന് ഒരു ഒട്ടകം തന്നെ ഉണ്ടാവുക എന്നുള്ളത് വലിയ സമ്പന്നതയുടെ അടയാളമാണ്. 1 അല്ല 2 അല്ല 10 അല്ല 100 ഒട്ടകങ്ങൾ, നല്ല ചുവന്ന ഏറ്റവും ക്വാളിറ്റിയുള്ള ഒട്ടകങ്ങൾ. അപ്പം ആയിഷ കുറച്ചേരം ഇങ്ങനെ ഉണ്ടാകുന്നു. ഈ ഓഫർ തിരക്കടില്ല, ഇത് തിരക്കടില്ല. അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞു, അമ്മ അൽമാൽ ഫന, അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ മുഹമ്മദിൻ്റെ അടുത്തേക്കില്ല. നിങ്ങൾ നോക്കിയും ആ മനുഷ്യൻ, ആ ആയിഷ എന്ന ആ കവി, അദ്ദേഹം ആ കിട്ടിയ ഇനാം, ആ 100 ഒട്ടകവുമായി തൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് മടങ്ങി. തൻ്റെ വീട്ടിലേക്ക് എത്തിയില്ല, അതിനു മുൻപേ വഴിയിൽ വെച്ച് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തിൻ്റെ പുറത്തു നിന്ന് വീണ് കഴുത്ത് പൊട്ടി അദ്ദേഹം എന്ത് ചെയ്യാണ്? മരിച്ചു പോവുകയാണ്. അല്ലേ, എത്രമാത്രം ദൗർഭാഗ്യവാനാണ്. ആ 100 ഒട്ടകങ്ങളെ ആസ്വദിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് ജീവിതത്തിൽ അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടായോ? അല്ലേ, ആ യാത്ര നേരെ പ്രവാചകന്റെ അടുത്തേക്കായിരുന്നെങ്കിൽ, ആ യാത്രയുടെ ഇടക്ക് വെച്ചാണ്, ആ ലക്ഷ്യത്തിൻ്റെ ഇടക്ക് വെച്ചാണ് അദ്ദേഹം ഈ വീഴ്ച വീണ് മരിച്ചിരുന്നതെങ്കിലോ, അല്ലേ, അദ്ദേഹത്തിന് സ്വർഗമായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർഭാഗ്യമായ ദിവസം, ഏറ്റവും നിർഭാഗ്യത നിറഞ്ഞ ദിവസം അതായിരിക്കും. സ്വർഗം പുൽകാനുള്ള സുവർണാവസരം കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെടുത്തിയ ആയിഷ, അങ്ങനെയുള്ള ആയിഷമാരായി വിശ്വാസികളെ നമ്മൾ മാറരുത്. കിട്ടുന്ന അവസരങ്ങൾ അത് മതിയാവും ചിലപ്പോൾ അള്ളാഹു നമ്മെ തൃപ്തിപ്പെടാനും സ്വർഗത്തിലെത്തിച്ചേരാനുമൊക്കെ. ചിലപ്പോൾ നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു തിന്മ അത് മതിയാവും നമ്മുടെ നരകം സുനിശ്ചിതമായി തീരാനും. അതുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും അസാധായ ദിവസം, ഈ പറയപ്പെട്ട ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് ഉപകരിക്കുന്ന കർമ്മങ്ങൾ അത് ചെയ്യാനുള്ള തൗഫീക്ക് കിട്ടുക, ആ കിട്ടുന്ന ദിവസങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും ധന്യമായ അസാധായ ദിവസം. അത് കിട്ടാതെ പോവുക ആർക്കാണ്?
ആ കിട്ടാതെ പോകുന്ന ആയിഷമാരാരാണ്? അവരെ കുറിച്ചാണ് സൂറത്തു നഹ്റിലൂടെ അള്ളാഹു പറയുന്നത്. ذَلِكَ بِأَنَّهُمْ اسْتَحَبُّوا الْحَيَاةَ الدُّنْيَا وَالْآخِرَةَ عَلَى الْآخِرَةِ. ആഖിറത്തിനേക്കാൾ ദുനിയാവിന് പ്രാധാന്യം കൊടുത്ത മനുഷ്യന്മാർ, ആഖിറത്തിനേക്കാൾ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യന്മാർ, അവർക്കാണ് ആയിഷയുടെ ആ ഒരു ദുർവിധി ഉണ്ടാവുക. അത്തരം നിഷേധികളായ ആളുകളെ അള്ളാഹു ഒരിക്കലും ഹിദായത്തിൻ്റെ സന്മാർഗത്തിൻ്റെ പാന്താവിലേക്ക് വഴി നടത്തില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, കിട്ടുന്ന അവസരങ്ങളെയും സന്ദർഭങ്ങളെയും നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. നമുക്കൊക്കെ അറിയാലോ, ഇൻഷാ അല്ലാഹ് ഈ ഒരു വർഷത്തെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളിന്ന്. ഈ ഒരു ഇംഗ്ലീഷ് കലണ്ടറിൽ നമ്മുടെ ജീവിതം നമ്മുടെ മരണവുമായി ഏറ്റവും അടുത്തേക്ക് ഒന്നുകൂടി അടുത്തിരിക്കുന്നു എന്ന ഒരു മുന്നറിയിപ്പ് നൽകുന്ന ഒരു സന്ദർഭമാണിത്. അതുകൊണ്ട് കിട്ടുന്ന സന്ദർഭങ്ങളും ആയുസ്സുകളും സാഹചര്യങ്ങളും പരമാവധി റബ്ബിനെ തൃപ്തിപ്പെടുത്താനും അവൻ്റെ പൊരുത്തം നേടിയെടുക്കാനും സ്വർഗം ഉറപ്പാക്കാനും ഉതകുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അസ്അദീങ്ങളുടെ കൂട്ടത്തിൽ, ഏറ്റവും സൗഭാഗ്യവന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് നേരത്തെ മരണപ്പെട്ടുപോയ നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ഒരു ദിവസമടക്കം, ഇന്നത്തെ ഈ ഒരു ദിവസമടക്കം നമ്മുടെ പരിസരങ്ങളിൽ നിന്നൊക്കെ പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അർഹമുർ-റഹീമീനായ റബ്ബ് അവർക്കൊക്കെയും പുറത്തു കൊടുത്ത് അവരെയും നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا وأجر والدنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في الهند يا رب العالمين. اللهم انصر إخواننا المسلمين في كل مكان الذين يجاهدون لإعلاء كلمة لا إله إلا الله. اللهم انصرهم نصر عزيز مقتدر. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.